പ്രേക്ഷകരെ ഗുഡ് ഈവനിംഗ്. നമ്മൾ ഹൈഫൈവ് തുടങ്ങുകയാണ്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ചോദ്യം ചെയ്യുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൊച്ചി ഇ ഡി ഓഫീസിൽ രാവിലെ 10:30 മണിയോടുകൂടിയാണ് വീണ ടി ഹാജരായത്. ഭർത്താവ് മുഹമ്മദ് റിയാസിനോടൊപ്പമാണ് വീണ എത്തിയത്. CMRLുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ED ചോദിച്ചറിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണയോട് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് സാവകാശം തേടുകയായിരുന്നു. ഈ കേസിൽ ഇന്നലെ ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയെയും ശരൺ എസ് കർത്തയെയും ചോദ്യം ചെയ്യലിന് ഹാജരാക്കിയിരുന്നു. ഇവരിൽ നിന്നും നിർണായക വിവരങ്ങൾ EDക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഹൈഫൈവും ആദ്യം പോകുന്നത് ഈ വാർത്തയിലേക്കാണ്, ഈ വിഷയത്തിലേക്കാണ്. പരിശോധിക്കാം. ചോദ്യമുനയിൽ വീണ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് വീണ ടിക്കെതിരായ കേസ്? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ കേസ് എന്താണെന്ന് ചോദിച്ചാൽ, കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായി മാറിയ ഒരു കേസാണ് ഇത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ഉടമയായ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് CMRL നൽകിയ കോടിക്കണക്കിന് രൂപയുടെ പണമിടപാടുകളെ ചുറ്റിപ്പറ്റിയാണ് ഈ കേസും ഈ അന്വേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ മാസപ്പടി ആരോപണങ്ങളുടെ തുടക്കം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2017-2020 കാലയളവാണ് മാസപ്പടി ആരോപണങ്ങളുടെ തുടക്കമാകുന്നത്. അതിൽ CMRL എക്സാലോജിക് സൊല്യൂഷൻസിന് വിവിധ ഘട്ടങ്ങളിലായി പണം നൽകി എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഈ ആരോപണങ്ങളൊക്കെയും അല്ലെങ്കിൽ ഈ കേസുകളുടെയൊക്കെ തുടക്കം. ഈ പല ഘട്ടങ്ങളിലായി അന്വേഷണ ഏജൻസികളുടെയൊക്കെ കണക്ക് പ്രകാരം പല ഘട്ടങ്ങളിലായി മൊത്തം തുക ഏകദേശം 1.72 കോടി മുതൽ 2.78 കോടി രൂപ വരെ എത്തിയതായാണ് രേഖകളിൽ പറഞ്ഞത്. CMRL എക്സാലോജിക്കിന് ഇത്രയും കോടി കൊടുത്തു എന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലിൽ പറയുന്നത്. ഈ പണം IT കൺസൾട്ടൻസി സേവനങ്ങൾക്കായിരുന്നു എന്നാണ് എക്സാലോജിക്കിന്റെ ഇപ്പോഴത്തെയും നിലപാട്. ആ നിലപാടിലാണ് വീണയും വീണയുടെ കമ്പനിയും ഉറച്ചു നിൽക്കുന്നത്. 2019 ഈ വിവാദത്തിൽ ആദായ നികുതി റെയ്ഡ് നടക്കുകയാണ്. അതിലാണ് നിർണായകമായ കണ്ടെത്തലുകളൊക്കെ വരുന്നത്. 2019 നടക്കുന്ന റെയ്ഡിൽ CMRLിൽ നടന്ന ആദായ നികുതി പരിശോധനയിൽ ഈ വിവാദത്തിന് ആധാരമായ പല കാര്യങ്ങളും കണ്ടെത്തുകയായിരുന്നു. കമ്പനി വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകിയ പണമിടപാടുകളെ കുറിച്ചുള്ള രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ റെയ്ഡിൽ കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നീട് പുറത്തു വന്ന മൊഴികളിലും രേഖകളിലും എക്സാലോജിക്കിന് നൽകിയ പണത്തെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയർന്നു വന്നു. 2023-24 ആ സമയത്താണ് SFIO കൂടി ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി രംഗത്ത് വരുന്നത്. അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് SFIO ഈ കമ്പനികളുടെ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഇടപെടുകയായിരുന്നു. SFIOയുടെ അന്വേഷണത്തിൽ എക്സാലോജിക്കിന് പണം നൽകിയതിന് മതിയായ സേവന രേഖകൾ ലഭിച്ചില്ലെന്ന കണ്ടെത്തലുകളും പുറത്തു വന്നിരുന്നു. സേവനം നൽകാതെയാണ് പണം വാങ്ങിയത് വീണയും വീണയുടെ കമ്പനിയും എന്നുള്ളത് SFIO അന്വേഷണത്തിലും തെളിഞ്ഞു. ചില ഉദ്യോഗസ്ഥരുടെ മൊഴികളും അന്വേഷണത്തിന്റെ ഭാഗമായി ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഇനി രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് ഈ അന്വേഷണത്തെയും ഈ ആരോപണങ്ങളെയും വന്നാൽ പ്രതിപക്ഷം ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സേവനം നൽകിയതിൻ്റെ വ്യക്തമായ തെളിവുകൾ എവിടെ എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ ഇപ്പോഴും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. CMRL എന്തുകൊണ്ടാണ് എക്സാലോജിക്കിന് സ്ഥിരമായി പണം നൽകിയത്? അത് മറ്റൊരു ചോദ്യം. മൂന്നാമത്തേത്, ഒരു രാഷ്ട്രീയ സ്വാധീനം ഇതിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അതേസമയം വീണ വിജയനും കുടുംബവും CMRLും ഇതിനെ പ്രതിരോധിക്കാനായി പറയുന്ന കാര്യങ്ങൾ, ഈ നടന്ന ഇടപാടുകൾ അത് നിയമാനുസൃത ബിസിനസ്സാണ്, ഒരു ബിസിനസ് ഇടപാടാണ്. എല്ലാ പണമിടപാടുകളും നടന്നത് ബാങ്ക് വഴിയാണ്. നികുതിയും മറ്റ് നിയമ ബാധ്യതകളും പാലിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നായിരുന്നു വീണയുടെയും വീണയുടെ കമ്പനിയുടെയും പ്രതിരോധം. ഇനി 2024-2026 കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ED അന്വേഷണം വരുന്നത് ആ സമയത്താണ്. 2024 തൊട്ട് 2026 സമയത്ത്, 26 ഇപ്പോൾ നടക്കുന്നു, ഈ ഘട്ടത്തിലാണ് ED വരുന്നത്. 2024 സത്യം പറഞ്ഞാൽ ഈ കേസിൽ പരിശോധനകൾക്ക് ED തുടക്കമിടുന്നതാണ് 2024. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED പണമിടപാടുകൾ, കള്ളപ്പണ വെളുപ്പിക്കൽ PMLA നിയമത്തിന്റെ പരിധിയിൽ പരിശോധിക്കാൻ തുടങ്ങുന്നത് 2024 കാലത്താണ്.
SFIO റിപ്പോർട്ടുകളും മറ്റ് രേഖകളും പിന്നീട് ED ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ED അന്വേഷണത്തിന് അനുമതി നൽകിയതോടെയാണ് അന്വേഷണം പിന്നീട് ശക്തമാക്കുന്നത്. 2026 മെയ് മാസം, അതായത് കഴിഞ്ഞ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡുകൾ നടന്നു. ED, വീണ വിജയൻ, CMRL ഉദ്യോഗസ്ഥർ, പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ, ഇവിടങ്ങളിലൊക്കെയും പരിശോധന നടത്തി. കേരളത്തിലും ബംഗളൂരുവിലുമായിട്ട് 12 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തി. ഈ കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇതോടുകൂടി വീണ്ടും വർദ്ധിക്കുകയും ചെയ്തു. ഈ റെയ്ഡോടുകൂടി നമ്മൾ തിരുവനന്തപുരത്തൊക്കെ നടന്ന അനിഷ്ട സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടികളും ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ CPIM പ്രവർത്തകർ തകർത്തതുമൊക്കെ വിശദമായി തന്നെ സംസാരിച്ചു പോയതാണ്. അവരൊക്കെ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. ഇപ്പോൾ ഈ കേസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത്, എക്സാലോജിക്കിന് പണം നൽകിയെങ്കിലും അതിന് തക്ക സേവനം ലഭിച്ചതിന്റെ തെളിവുകളൊക്കെ അപര്യാപ്തമാണെന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. എന്ത് സേവനത്തിനാണ് വീണയും വീണയുടെ കമ്പനിയും പണം വാങ്ങിയത്? അതിൽ കൃത്യമായ ഉത്തരമില്ല, തെളിവുകളില്ല എന്നുള്ള കാര്യം ED ആവർത്തിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം അത് ആവർത്തിക്കുന്നു. പണമിടപാടുകൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇക്കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും അന്വേഷണം നടക്കുന്നത്. ഒന്ന്, പണമിടപാടുകൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? മറ്റൊന്ന്, എക്സാലോജിക്കിന് എന്ത് സേവനം കൊടുത്താണ് CMRL കമ്പനി പൈസ കൊടുത്തത്? ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്ന കാര്യം. ഇനി ഇതിൽ പ്രതിഭാഗം പറയുന്നത്, വീണ വിജയൻ പറയുന്ന, അല്ലെങ്കിൽ പ്രതിരോധമായിട്ട് അവർ പറയുന്നത്, ഇതൊരു സാധാരണ ഒരു ബിസിനസ് കരാറാണ്. പണം നൽകിയതും വാങ്ങിയതും ഒക്കെ രേഖാമൂലവും നിയമപരമായിട്ടുമാണ്. അതിൻ്റെയൊക്കെ രേഖകൾ ഇവർ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം EDക്ക് ബോധ്യപ്പെട്ടതുമാണ്. രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളാണ് ഉയരുന്ന മറ്റെല്ലാ കാര്യങ്ങളും. ഇങ്ങനെയാണ് വീണ വിജയന്റെയും കമ്പനിയുടെയും ഒക്കെ പ്രതിരോധം. ഇപ്പം നിലവിൽ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കണം. പിന്നെ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള നീക്കം എങ്ങനെയാണെന്ന് നോക്കണം. കൊച്ചിയിൽ